ഹലോ ഗൈസ്, എൻ്റെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ ഞങ്ങൾ ഫാമിലിയായിട്ട് പഴനിക്ക് പോകണേണ്. അതായത് കുഞ്ഞൂസിൻ്റെ മുടി മുറിക്കാൻ പോണേണ്. അപ്പോൾ ആദ്യമായിട്ടാണ് കുഞ്ഞൂസിന് മുടി മുറിക്കണത്. ഫസ്റ്റ് ടൈമായിട്ട് പഴനിയിലാണ് നേർന്നേക്കണത്. അപ്പോൾ കുഞ്ഞൂസിന് മുടി മുറിക്കാൻ വേണ്ടി ഞങ്ങൾ ഫാമിലി നമ്മുടെ വേണ്ടപ്പെട്ട കുറച്ച് പേരൊക്കെ ആയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ അതിന് മുന്നോട്ടായിട്ട് നമ്മുടെ അമ്പലത്തിലൂടെ കണ്ട് ചാത്തനാട് ശ്രീ ഭുവനേശ്വരി ക്ഷേത്രത്തിൽ ഞങ്ങൾ വന്നിരിക്കുന്നതാണ്. ഞാൻ അകത്തോട്ട് കയറിയില്ല, വേറെ ഒന്നല്ല, ഞാനൊരു ചെരുപ്പിട്ടുണ്ട്, വൈറ്റ് കളർ കാണാൻ പറ്റുന്നുണ്ടോ? ഇതേ കഴുകി പുത്തനാക്കി വെച്ചേക്കണാണ്. പിന്നെ ഞാൻ മണ്ണി വിട്ടിട്ട് എൻ്റെ ചെരുപ്പ് കൊളാക്കണ്ടെന്ന് വിചാരിച്ചാൽ അവിടെ എന്തായാലും അമ്പലത്തിൽ പോയി വന്നിട്ട് ഞാൻ എന്തായാലും ഇവിടെ ഒന്നും കൂടി വരും. പിന്നെ പുറത്ത് ഞാൻ തൊഴുതിട്ടുണ്ട്. അപ്പം അമ്മച്ചിയും അനിയത്തിയൊക്കെ കൂടി അമ്പലത്തിൽ കയറിയേക്കണേണ്. അപ്പം ഞാനിവിടെ പുറത്ത് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പം ഞങ്ങളുടെ വണ്ടി വന്നിട്ടുണ്ട്, സാധനങ്ങളൊക്കെ അപ്പോൾ അവിടെ അച്ഛനും ഓപ്പയൊക്കെ കൂടെ കയറ്റുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇനി അമ്പലത്തിൻ്റെ അവിടെ നിന്ന് കയറാമെന്ന് വിചാരിച്ച് ബാക്കി എല്ലാവരും വന്നിട്ടുണ്ട്. ഇനി ഓരോരുത്തരെ നമുക്ക് വഴിയിൽ നിന്ന് പിക്ക് ചെയ്യണം. കുളുവിനൊക്കെ വീട്ടിൽ നിന്ന് പിക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ തലേദിവസം തന്നെ വീട്ടിലേക്ക് വന്ന്, കാരണം അമ്മച്ചിന് എന്തെങ്കിലും അതായത് അമ്മച്ചിന് എന്തെങ്കിലും സഹായിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ സഹായമൊക്കെ കഴിഞ്ഞ്. പിന്നൊരു സംഭവമുണ്ട്, ഇന്ന് ഞാൻ ഉറങ്ങിയിട്ടില്ല. അതായത് സാധാരണ നമുക്കൊരു 1 മണിക്കൂറെങ്കിലും മിനിമം നമ്മൾ ഉറങ്ങൂലേ, ഞാനൊന്നും ഉറങ്ങിയിട്ടും കൂടി ഇല്ല. 12:30 വരെ ഞാൻ ജസ്റ്റ് ഫോണൊക്കെ നോക്കി യൂട്യൂബിലൊക്കെ കയറി അതും ഇതൊക്കെ കണ്ടിരുന്നു. അങ്ങനെ അപ്പോൾ അനിയത്തേക്ക് അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങുന്നുണ്ട്. ഞാൻ കയറിയില്ല, ചന്ദനം മാത്രം തൊട്ടിട്ടുള്ളൂ. എന്തായാലും ഞങ്ങളപ്പോൾ പഴനിക്ക് പോകണേണ്. പഴനിക്ക് പോകും, വേറെ എവിടെയെങ്കിലും പോകുന്നതൊക്കെ അറിയില്ല. പിന്നെ നമ്മൾ സമയം പോലെയൊക്കെ ഇരിക്കും വേറെ എവിടെയെങ്കിലുമൊക്കെ പോകണത്. അങ്ങനെ ഇപ്പോൾ ഏകദേശം ഒരു 8:30 ആയിട്ടുണ്ട്. ഞങ്ങൾ 7:00 പോകാൻ പ്ലാൻ ചെയ്തായിരുന്നു. പക്ഷേ പണിയെല്ലാം കഴിഞ്ഞ് സാധനങ്ങളൊക്കെ എടുത്ത് ചെന്നപ്പോഴേക്കും അത് 8:15 ആയി. അപ്പോൾ വണ്ടിയും വന്നു, ഞങ്ങളെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ വണ്ടി ഇങ്ങോട്ട് വന്നാൽ മതി കയറി പോവാൻ. വൈകുന്നേരത്തിനുള്ളിൽ നമ്മൾ എന്തായാലും പഴനിക്ക് എത്തുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം പഴനിക്ക് കയറും. ബാക്കി വിശേഷങ്ങൾ പോണ വഴി കാണിച്ചു തരാം. ടാറ്റാ. തമിഴ്നാട്ടിലെ വെയിലുണ്ട് കുഞ്ഞൂസി നോക്കി, കുഞ്ഞൂസിന്റെ മുടി ഇന്ന് മുറിക്കുമല്ലോ, ഞങ്ങൾ മുട്ടക്കുഞ്ഞനാക്കുമല്ലോ. എന്തോ ആ തുമ്പ് മുറിക്കണമെന്നുണ്ട് എനിക്ക്. കുഞ്ഞൂസിന്റെ ഫുള്ള് തുമ്പ് മുറിക്കാൻ പറ്റില്ലേ? പിന്നെന്താ, അപ്പൊ തുമ്പ് മുറിക്കും. അമ്മച്ചി മുറിക്കണ്ട, അങ്ങനെ മുറിക്കണേ. ആ എന്റെ കുഴപ്പമില്ല, കുറച്ചും കൂടി മുറിക്കണ്ടേ, കാരണം മുട്ടയടിക്കാൻ ഒരു നേർച്ച ഉണ്ടായിരുന്നു എനിക്ക്. അപ്പൊ അതില്ലാത്തത് കൊണ്ട് കുറച്ചും കൂടി. അപ്പൊ നമ്മ പോണേണ്. നീ പണിച്ചെടുത്ത് കാണാം. കുഞ്ഞുസിന് എന്ത് നേർച്ച. ടാറ്റ പോ, ടാറ്റ വന്നേ, ടാറ്റ വന്നേ, ടാറ്റ വന്നേ, ടാറ്റാ. ഓ ജാട. ഹലോ ഗൈസ്, ഞങ്ങളപ്പോൾ ചായയൊക്കെ കുടിച്ച് അല്ലേ ഇഡ്ഡലി സാമ്പാറും കഴിച്ചിരിക്കുന്നതാണ്. വീടെടുക്കാൻ മറന്നുപോയി. തിന്നുകൊണ്ടിരിക്കുന്നത് തന്നെ മഴയും പെയ്തപ്പോൾ ഓടി വണ്ടി കയറി. പിന്നെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ ഇനിയുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. ഇപ്പം ഞങ്ങൾ ചാലക്കുടി ആകാറായിട്ടുണ്ട്, അതായത് അങ്കമാലിയൊക്കെ കഴിഞ്ഞ് ചാലക്കുടി ആകാറായിട്ടുണ്ട്. അപ്പം നല്ല മഴയുണ്ട് പുറത്ത്.
അങ്ങനെ പിന്നെ ഞങ്ങൾ വേറെ എവിടെ നിർത്തുമ്പോൾ കാണാം. ബൈ, സീ യു. അങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് ഒരു 2:30 ആയപ്പോഴേക്കും എല്ലാവർക്കും നല്ല പോലെ വിശന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു പറമ്പ് ഇതേപോലെ കുറച്ച് ഒഴിഞ്ഞിടക്കുന്ന ഒരു പറമ്പ് കണ്ടപ്പോഴേ നമ്മൾ വണ്ടി അവിടെ ഒതുക്കിക്കൊണ്ട് ഫുഡ് കഴിക്കാനായിട്ട് എല്ലാവരും ഇറങ്ങി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡായിരുന്നു കേട്ടോ. വീട്ടിൽ നിന്ന് തന്നെയാണ് എല്ലാം നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിട്ടുണ്ടായിരുന്നത്. ചിറ്റ രാവിലത്തേക്കുള്ള ഇഡ്ഡലിയും സാമ്പാറും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സാമ്പാർ ബാക്കിയുണ്ടായിരുന്നു. പിന്നെ ഉച്ചക്കൽ ചോറിന് വേണ്ടിയിട്ട് ഞങ്ങൾ കരുതിയിട്ടുണ്ടായിരുന്നത് പപ്പടം വറുത്തത്, അച്ചിങ്ങ പച്ചക്കായും കൂടി ഉലത്തിയത്, പിന്നെ രസം ഉണ്ടാക്കാനായിട്ട് പ്ലാൻ ചെയ്തിരുന്നത് മാറി. പിന്നെ അത് അവസാനം പച്ചമോരിലേക്ക് മാറി. പക്ഷേ പച്ചമോരിനുള്ള ഇഞ്ചി പച്ചമുളക് നമ്മൾ പേസ്റ്റ് ആക്കിയിട്ട് ഉച്ചക്ക് അത് മിക്സ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ മോരെടുക്കാൻ നമ്മൾ മറന്നുപോയിരുന്നു. മോര് വീട്ടിൽ ഫ്രിഡ്ജിൽ തന്നെയാണ് ഇരിക്കുന്നത്. അതിൻ്റെ മസാല, അതായത് ഇഞ്ചിയും പച്ചമുളക് പേസ്റ്റ് മാത്രമേ നമ്മൾ കഴുകിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുണ്ടായിരുന്നില്ല. ബാക്കി സാമ്പാർ, അച്ചിങ്ങ പച്ചക്കായ, പിന്നെ ഈ അച്ചാർ, നല്ല സൂപ്പർ ടേസ്റ്റി അച്ചാറായിരുന്നു കേട്ടോ. ചിറ്റ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പാവക്കച്ചാറായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു. ഇച്ചിരി മധുരം കൂടുതലായിരുന്നു, പക്ഷേ അത് നല്ല ടേസ്റ്റായിരുന്നു. അതുണ്ടായിരുന്നു. സാമ്പാർ, ഇത്രയും കറികളാണ്. പപ്പടം വറുത്തത്, ഇതൊക്കെയായിരുന്നു കറികൾ. നല്ല ടേസ്റ്റി ആയിരുന്നു. ഇത് കുളുവൊക്കെ ഇതേപോലെ പച്ചക്കറി കൊണ്ട് കഴിക്കുന്നത് തന്നെ കാണുന്നത് ഈ സദ്യക്കൊക്കെയാണ്. അല്ലാണ്ട് പച്ചക്കറിയൊന്നും വലിയ കാര്യമില്ലാത്ത ആളാണ്. പക്ഷേ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ് 2 പ്രാവശ്യമൊക്കെ ചോറ് മേടിച്ച് തിരിച്ച് കഴിച്ചായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ നടക്കുന്നത് വല്ലപ്പോഴുമാണ്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൈയൊക്കെ കഴുകി ഇനിയിപ്പം നമുക്ക് ഇവിടെ നിന്ന് പോകണം. കുഞ്ഞൂസാണെങ്കിൽ വന്നവഴിക്ക് നല്ല ഛർദിയൊക്കെ ആയിരുന്നു. അതായിരുന്നു നമുക്കുണ്ടായിരുന്ന ആകെ ഒരു വിഷമം എന്ന് പറയാനായിട്ടുള്ളത്. ബാക്കിയൊക്കെ ഹാപ്പി ആയിരുന്നു. അങ്ങനെ നമ്മൾ ഒരു 3:45 ആയപ്പോഴേക്കും പഴനിയിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് കുറച്ച് ദൂരം കൂടി സഞ്ചരിച്ചാൽ നമ്മുടെ പഴനി അമ്പലത്തിൻ്റെ അടിവാരത്തെത്താൻ പറ്റും. ഇപ്പോൾ അടിവാരത്ത് ഏതെങ്കിലും ഹോട്ടലിലായിരിക്കുമല്ലോ നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ദേവസ്വത്തിൻ്റെ അക്കോമഡേഷനാണ് മെയിനായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നത്. അഫോർഡബിൾ പ്രൈസിലായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ അവിടെയൊക്കെ ഭയങ്കര തിരക്കും അതുപോലെ എന്തോ പരിപാടി ഉള്ളത് കൊണ്ട് തന്നെ അക്കോമഡേഷനൊന്നും ഇപ്പോൾ നടക്കുന്നില്ലെന്നാണ് പറഞ്ഞത്. പിന്നെ നമുക്ക് ഡ്രൈവർ ചേട്ടൻ്റെ സഹായത്തോടുകൂടി പുള്ളിക്കറിയാവുന്നൊരു ഹോട്ടലിലേക്കാണ് നമ്മളെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ അങ്ങോട്ടേക്കുള്ളൊരു യാത്രയായിരുന്നു. അധികം ദൂരമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ നമ്മൾ താഴത്തെത്തി. അപ്പോൾ ഇത് കാണുന്നതാണ് പഴനി എന്ന് പറയുന്നത്. ഭയങ്കര ഒരു ഫീലായിരുന്നു അമ്പലം കണ്ടപ്പോൾ തന്നെ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു അമ്പലമാണ് പഴനി എന്ന് പറയുന്നത്. പണ്ടൊക്കെ, അതായത് 2019 മുന്നേ ഞങ്ങൾ എന്തായാലും 2 വർഷം കൂടുമ്പോഴെങ്കിലും ഈ അമ്പലത്തിൽ തന്നെ അതുകൊണ്ടുണ്ടല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
അപ്പോൾ ഞാൻ ചെറുപ്പത്തിൽ ഞാൻ ആലോചിക്കുമായിരുന്നു പഴനിയിൽ താമസിച്ചാൽ മതി, പഴനിയിൽ അവിടെ ഒരു വീടൊക്കെ വെച്ചിട്ട് അവിടെയൊക്കെ താമസിച്ചെങ്കിൽ എപ്പോഴും പഴനി പോകാമല്ലോ, അങ്ങനത്തെ നമ്മൾ ചെറുപ്പത്തിൽ ഇങ്ങനെയൊക്കെ വിചാരിക്കുമല്ലോ. അങ്ങനെ കുറേ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പം അങ്ങനെയൊന്നുമില്ല, എന്നാലും പഴനിയിൽ ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് അറ്റ്ലീസ്റ്റ് നമ്മുടെ സ്വന്തക്കാരെങ്കിലും അവിടെ ആരെങ്കിലും ഉണ്ടായിരുന്നു വെച്ചെങ്കിൽ കൊള്ളാമെന്നൊക്കെ തോന്നും. കാരണം നമുക്ക് 2 ദിവസമൊക്കെ ഒന്നും നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഇതേപോലെ ഹോട്ടലിൽ നിന്ന് ഡിപ്പെൻഡ് ചെയ്യാണ്ട് നമുക്ക് അവിടെ തന്നെ നിൽക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ ഈ കാണുന്നതാണ് ഞങ്ങൾ താമസിക്കാൻ പോകുന്നൊരു ഹോട്ടൽ. ഹലോ ഗൈസ്, അപ്പോൾ എൻ്റെ സ്വപ്നം ഇത് സാക്ഷാത്കരിച്ചിരിക്കുന്നു അല്ലേ. എനിക്ക് 5-6 വർഷം മുന്നേ 2019 അമ്മയ്ക്ക് മുടി മൊട്ടടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ വന്നത്. അതിനുശേഷം ഇപ്പോഴാണ് പഴയ എനിക്ക് സ്വപ്നം പോലെ ഞാൻ കുറേ ആഗ്രഹിച്ചിട്ടില്ല, കാരണം നടന്നില്ലെങ്കിൽ അത്. പക്ഷെ എടുത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണല്ലേ. എനിക്ക് പറ യെസ് ഒന്നും മുണ്ടൂലേ, മുണ്ടാട്ടം മുട്ടിയ മുടി വളർന്നു അന്ന് 5 വർഷമായിട്ട് അല്ലേ, 5 വർഷം കൊണ്ട് ഇത്രയും മുടി ഞങ്ങൾ ലാസ്റ്റ് വന്ന സമയത്ത്, അതായത് 2019 വന്ന സമയത്ത് അമ്മച്ചി മുട്ടയടിക്കുന്ന ഒരു വീഡിയോ ആണ് ഈ കാണുന്നത്. നമുക്കൊരു നേർച്ച ഉണ്ടായിരുന്നു ഇവിടെ, അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇപ്പം നടക്കുന്നത് ഇതിൽ. ഈ പ്രാവശ്യം ഞങ്ങളുടെ കൂടെ വന്നിട്ടുള്ളതിൽ കുഞ്ഞൂസ് മാത്രമേ മുട്ടടിക്കുന്നുള്ളൂ. ഓപ്പ അടിക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഓപ്പയും ഇതേപോലെ പോകുന്നതിന് കുറച്ച് ദിവസം മുന്നേ വണ്ടിയിൽ നിന്ന് വീണിട്ട് തല പൊട്ടിയിട്ടുണ്ടാവുകൊണ്ട് ഓപ്പക്ക് എന്തായാലും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ കുഞ്ഞൂസിന് മാത്രമാണ് ഇപ്പോൾ മുട്ടയടിക്കുന്നത് നമ്മുടെ കൂടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് അമ്മച്ചി പണ്ടത്തെ ഒരു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ചുമ്മാ കാണിച്ചെന്നേ ഉള്ളൂ അമ്മച്ചിയുടെ ഒരു മുട്ടയടിക്കുന്ന വീഡിയോ. അങ്ങനെ അങ്ങനെ പഴനിമല കയറുന്നതിന് മുന്നേ തന്നെ അവിടുത്തെ തന്നെയുള്ളൊരു താഴെ അമ്മച്ചിയുടെ തലയിൽ കളഭമൊക്കെ തേച്ച് കൊടുക്കുന്ന ഒരു വീഡിയോ ആണിപ്പോൾ ഇത്. അപ്പോൾ പഴയൊരു വീഡിയോ ആണിട്ട് ഇത്. ചിലപ്പോൾ ക്ലാരിറ്റി കുറവായിരിക്കും, പക്ഷേ ഇതിപ്പോൾ ഞാൻ ചുമ്മാ കാണിച്ചെന്നുള്ളത് ഇതൊരു മെമ്മറി അല്ല എന്തായാലും. അപ്പോൾ 5 വർഷത്തിന് ശേഷം അമ്മച്ചിയുടെ മുടി വളർന്നതും 5 വർഷത്തിന് മുന്നേ അമ്മച്ചി മുടി മുട്ടയടിച്ചതും അതൊക്കെ ഒരു മെമ്മറി ആണല്ലോ. അപ്പോൾ അതൊക്കെ ഞാൻ ജസ്റ്റ് നിങ്ങളെ ചുമ്മാ കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ. അന്ന് മുട്ടടിച്ചു പോയതാണ്, ഇത്രയും മുടി വളർന്നു. 2019 ജൂലൈ 4 തോളം നമ്മൾ വന്നത്. പിന്നെ ഇപ്പോൾ വന്നു 2024 ഓഗസ്റ്റ് 24 അല്ലേ, അതെ. അപ്പം നമ്മുടെ റൂമൊക്കെ നോക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാനാണ്. നല്ലതാണെന്നൊക്കെ നോക്കിയിട്ടാണ് നമുക്ക് ചെക്ക് ഇൻ ചെയ്യാനായിട്ട്. അപ്പം നമ്മൾ ചെക്ക് ഇൻ ചെയ്യാൻ പോകണല്ലേ ഗൈസ്. അങ്ങനെ ഞങ്ങളുടെ റൂം ഇതാണ്. 4 റൂംസാണ് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത്. വന്നപ്പോൾ തന്നെ സാധനങ്ങളെല്ലാം നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു TV ഒക്കെ ഉണ്ട്, പക്ഷെ നമ്മൾ ഇതുവരെ വർക്കൊന്നും ചെയ്ത് നോക്കിയിട്ടുണ്ടായില്ല. ബാത്റൂമൊക്കെ സാധാരണ നോർമലായിട്ടുള്ള ബാത്റൂമാണ്, പ്രത്യേകിച്ച് വൃത്തികേട് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. നല്ല ബാത്റൂമായിരുന്നു, നമുക്ക് ആവശ്യത്തിന് സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ റൂമിലേക്ക് അരമണിക്കൂറിന് ശേഷം മുടി വെട്ടാനുള്ള ചേട്ടൻ വന്നു. സാധാരണ നമ്മൾ ദേവസ്വത്തിൻ്റെ അവിടെ പോയി മുട്ടടിക്കാറുള്ളത് കുഞ്ഞൂസിൻ്റെ ഒരു സൗകര്യം വെച്ച്, അതായത് ഞാൻ അവിടെ ചെന്ന് കരയണ്ടല്ല എന്നൊക്കെ വിചാരിച്ച് നമ്മുടെ റൂമിൻ്റെ അവിടെ തന്നെ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചേട്ടൻ വന്നിട്ടാണ് കുഞ്ഞൂസിൻ്റെ മുടി മുറിച്ചത്. നമ്മളെല്ലാവരുടെയും പ്രതീക്ഷയെ അട്ടിമറിച്ചുകൊണ്ട് കുഞ്ഞൂസിൻ്റെ പ്രതികരണം എന്ന് പറഞ്ഞത്, കുഞ്ഞൂസ് സൈലൻ്റ് ആയിരുന്നു. അതായത് നമ്മളെല്ലാവരും വിചാരിച്ചത് കൊച്ചു ഭയങ്കര ഒച്ചപ്പാടും കരച്ചിലൊക്കെ ആയിരിക്കും, മര്യാദക്ക് മുടി വെട്ടാൻ സമ്മതിക്കില്ല അങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങൾ വിചാരിച്ചത്. പക്ഷേ എല്ലാവരുടെയും ആ ഒരു പ്രതീക്ഷ അട്ടിമറിച്ച് കുഞ്ഞൂസ് നമ്മളോട് കൂടി കോപ്പറേറ്റ് ചെയ്തു.
ആ ചേട്ടനാണെങ്കിലും കുഞ്ഞൂസ് ഇങ്ങനെ അനങ്ങണ സമയത്ത് കത്തി മാറ്റുകയും അതുപോലെ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള ആ ഒരു ഭാവത്തിലായിരിക്കും നിന്നിച്ചതുകൊണ്ട് കുറച്ച് നോക്കുമ്പോഴേക്കും ഇത് ഇങ്ങനത്തെ ഒരാൾ പുറകിൽ നിൽക്കുന്നുണ്ടെന്നോ ഇങ്ങനെ ഒരാളിങ്ങനെ ചെയ്യുന്നുണ്ടെന്നോ അങ്ങനെ ഒന്നും കുഞ്ഞൂസ് ഫീൽ ചെയ്യുന്നിട്ടില്ല. പിന്നെ കുഞ്ഞൂസിൻ്റെ കരച്ചിൽ മാറ്റാൻ വേണ്ടിയിട്ടും അതുപോലെ കുഞ്ഞൂസിൻ്റെ ശ്രദ്ധ മാറ്റാൻ വേണ്ടിയിട്ടും നമ്മൾ ഫോണിൽ ഓരോ കാര്യങ്ങളൊക്കെ കാണിച്ചും അങ്ങനെ കുഞ്ഞൂസിനെ എല്ലാവരും കൂടി രസിപ്പിച്ചിരിക്കുന്നായിരുന്നു. അപ്പോൾ കൊച്ചു ഒട്ടും അറിഞ്ഞിട്ടില്ല. അപ്പോൾ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അങ്ങനെ കുഞ്ഞൂസിൻ്റെ ഫുൾ മുടിയും നമ്മൾ മുട്ടയടിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കുഞ്ഞൂസ് മുട്ടക്കുഞ്ഞ് അയക്കണേണ്. അപ്പോൾ എല്ലാവരും ഹാപ്പിയാണ്. കുഞ്ഞൂസ് ഈ ഒരു സമയത്തെങ്കിലും കരയാണ്ട് ഇങ്ങനെ നിന്നല്ലോ എന്നുള്ള രീതിക്ക്. കംപ്ലീറ്റ് ആയിട്ട് മുട്ടയടിച്ചതിന് ശേഷം കുഞ്ഞൂസിൻ്റെ റിയാക്ഷൻ വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോണിൽ സെൽഫി ക്യാമറ കാണിച്ചു നോക്കി കേട്ടോ. പക്ഷേ കുഞ്ഞൂസിന് ഒരു റെസ്പോൺസ് ഇല്ല. കാരണം ഞങ്ങൾക്ക് തോന്നുന്നത് കുഞ്ഞൂസ് ഓൾറെഡി നേരത്തെ സ്നാപ്ചാറ്റിലേക്ക് നമ്മൾ മുട്ടത്തലേനൊക്കെ ആയിട്ടുള്ള ഒരു ക്യാരക്ടേഴ്സിനൊക്കെ നമ്മൾ നോക്കുമല്ലോ. അപ്പോൾ അങ്ങനെ കണ്ടിട്ടാണ് തോന്നുന്നത്. ചിലപ്പോൾ കുഞ്ഞൂസ് ഇത് ഫീൽ ആയിട്ടുണ്ടാവില്ല, റിയലാണെന്ന് തോന്നിയിട്ടുണ്ട്. എന്താണെന്ന് അറിയില്ല. കുഞ്ഞൂസിന് പ്രത്യേകിച്ച് ഒരു വികാരമൊന്നുമില്ല. അപ്പോൾ പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ഫ്രഷായിട്ട് നേരെ അമ്പലത്തിലോട്ട് പോയി. പഴനിയിലേക്ക് കയറിയതിന് ശേഷമുള്ള ഒരു വീഡിയോസ് നമ്മുടെ അടുത്തില്ല. കാരണം നമുക്ക് ഫോൺ അലൗഡ് അല്ലായിരുന്നു അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക്. അപ്പോൾ ആരും ഫോൺ കരുതിയിട്ടുണ്ടായില്ല. അതുകൊണ്ട് പോണ വഴിക്കുള്ള പ്രത്യേകിച്ച് വീഡിയോസൊന്നും ഞങ്ങളുടെ കയ്യിലില്ല. പിന്നെ ഈ ഫോട്ടോ എന്ന് പറയുന്നത് ഞങ്ങളുടെ കൂടെ ഒരാൾ മാത്രം, അതായത് അമ്പാടി മാത്രം ഫോൺ എങ്ങനെയോ അകത്ത് കയറ്റി. അവരാരുടെ കണ്ണിൽ പെടാണ്ട് തന്നെ ഞങ്ങൾ അകത്തോട്ട് കയറ്റിയായിരുന്നു. അപ്പോൾ അതിൽ വെച്ചെടുത്തിട്ടുള്ളൊരു സെൽഫി ഫോട്ടോയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അമ്പലത്തിനുള്ളിൽ ക്യൂ നിൽക്കുന്ന ഒരു ഇമേജാണിത്. ഞങ്ങൾ സൗജന്യ ക്യൂ വഴിയാണ് അകത്തോട്ട് കയറിയിട്ടുണ്ടായിരുന്നത്. പെട്ടെന്ന് ഏകദേശം ഒരു 3/4 മണിക്കൂറിനുള്ളിൽ നമ്മൾ ആ ക്യൂ കഴിഞ്ഞ് നേരെ അകത്ത് കയറി തൊഴുതായിരുന്നു. അങ്ങനെയൊക്കെ അമ്പലത്തിൻ്റെ അകത്ത് എന്ത് പൂജ കാരണമാണ് ഇത്രയും ഡിലേ വന്നത്. അതല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അരമണിക്കൂറിൽ നമ്മൾ തൊഴുതിറങ്ങേണ്ടതാണ്. ഇതിപ്പോൾ കുറച്ച് നേരം നമുക്ക് ഇതേപോലെ ക്യൂവിലൊക്കെ നിൽക്കേണ്ടി വന്നിരുന്നു. അപ്പോൾ വേറെ വീഡിയോസൊന്നും പ്രത്യേകിച്ച് എടുത്തിട്ടില്ല അമ്പലത്തിനുള്ളിൽ പോയിട്ടുള്ളത്. ഞങ്ങളുടെ അമ്പലത്തിൽ ഫോൺ ചെയ്താൽ പാടില്ല, പക്ഷെ ഞങ്ങൾ ഒളിപ്പിച്ച് കൊണ്ടുവന്നത് അല്ലേ, നമ്മൾ ഒളിപ്പിച്ച് ഫോൺ കൊണ്ടത് ആരും പറയണ്ട. ഞങ്ങൾ ഇത്ര അപ്പോൾ ഈ ഒരു വീഡിയോ മാത്രമേ നമ്മുടെ കയ്യിൽ അമ്പലത്തിൻ്റെ അകത്ത് വെച്ചിട്ട് എടുത്തിട്ടുണ്ടായിരുന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ വെച്ച് നിങ്ങൾ തൃപ്തിപ്പെടുക. ഞങ്ങളിപ്പോൾ തൃപ്തിപ്പെട്ടു. പക്ഷേ നിങ്ങളെ കാണിച്ചു തരേണ്ട എൻ്റെ അടുത്ത് പഴയ 2-3 വീഡിയോസ് ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ തൊഴുത്ത് സ്വർണ്ണത്തേരെല്ലാം കണ്ട് നമ്മൾ റൂമിലെത്തി ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ കുറച്ച് ഷോപ്പിങ്ങിന് ഇറങ്ങിയായിരുന്നു. ഷോപ്പിംഗ് എന്ന് പറയാനായിട്ട് ജസ്റ്റ് എല്ലായിടത്തും ഒന്ന് കാണാം, അങ്ങനെ എല്ലാവരും കൂടെ കുറേ കടകളിൽ കയറി ഇറങ്ങിയായിരുന്നു. ഒരു 10:45 ആയപ്പോഴേക്കും ഞങ്ങൾ തിരിച്ചു വന്നു. കാരണം നല്ല കാലുവേദന ഉണ്ടായിരുന്നു. റിസ്ക് എടുത്തിട്ടാണ് സാധാരണ നമ്മൾ സ്റ്റെപ്പ് വഴി അങ്ങനെ കൂടുതൽ കയറാറില്ല. ഇപ്പുറത്ത് തന്നെ നമുക്ക് സ്ലോപ്പ് വഴി കയറാനുള്ള ഓപ്ഷനിൽ കൂടിയാണ് ഞങ്ങൾ സാധാരണ കയറാറുണ്ടായിരുന്നത്. ഈ പ്രാവശ്യം നമ്മൾ പിള്ളേരെല്ലാവരും കൂടി നമുക്ക് അഡ്വഞ്ചറായിട്ട് സ്റ്റെപ്പ് തന്നെ കയറാം, അതും എങ്ങും ഇരിക്കില്ല എന്നും പറഞ്ഞുകൊണ്ടൊക്കെയാണ് ഞങ്ങൾ ചാടി കയറിയത്. ഞാനായിരുന്നു അങ്ങനത്തെ ഒരു ഡിസിഷൻ എടുത്തത്. പക്ഷേ ഞാൻ ശരിക്കും അവശതയായിപ്പോയി. നമ്മളിങ്ങനെ ചാടി കയറുന്നതുകൊണ്ട് നല്ല കാലുവേദനയായിരുന്നു. അപ്പോൾ എന്തായാലും കാലുവേദന അപ്പോൾ സാരില്ലെന്ന് വെച്ചിട്ട് നമ്മൾ എന്തായാലും നാളെ കഴിഞ്ഞ പഴനിയിൽ നിന്ന് പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഷോപ്പിങ്ങിനായിട്ടൊന്ന് ഇറങ്ങി ശരിക്കും എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ച് ഞങ്ങൾ 5-6 പേരും പിന്നെ അമ്മച്ചിയും ഉണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ എല്ലാ സാധനങ്ങളൊക്കെ കണ്ട് കണ്ണ് നിറഞ്ഞു. ഞങ്ങൾ 10:45 ആയപ്പോൾ തിരിച്ച് റൂമിലേക്ക് പോയി. എന്ത് നോക്കുന്നുണ്ട്, കത്തി നോക്കണേ, എന്നെ കുത്തിക്കൊല്ല എന്നുള്ള കത്തിയാണെന്ന് എനിക്കറിയാൻ പാടില്ല. കൊള്ളാല്ലേ, ഫാൻസി കത്തി, നല്ല കത്തിയാണോ? ബൗളൊക്കെ പ്ലാസ്റ്റിക്കാണ്. ഇതൊക്കെ കുറേ പ്ലാസ്റ്റിക് ഐറ്റംസ് ഒക്കെ ഉണ്ട്. പക്ഷെ ഞാനിതിലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ സാധനങ്ങൾ മേടിക്കാനായിട്ട്. ഹലോ ഗൈസ്, ഞാനൊരു ബ്യൂട്ടി ഷോപ്പ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. നെയിൽസ് നെയിൽ കട്ടർ നല്ലതാണ്. 20 നെയിൽ കട്ടർ 10 രൂപ. 10 rupees 20. ഇതിനൊക്കെ 20 rupees. 10 രൂപ വരും. 20. 10 രൂപ ഇട്ടേക്കണതാ. ഇത് 10. മേക്കപ്പ് ബ്രഷൊക്കെ ഞങ്ങൾക്ക് ആവശ്യമുള്ള സാധനമുള്ളതാണ്. മേക്കപ്പ് ബ്രഷ് എത്ര രൂപ? 10 പറഞ്ഞത്തിന് അത്ര ഉള്ളൂ. ഈ സാധനത്തിന് 10 രൂപ. ബാക്കി ഇതിനൊക്കെ 10 രൂപ.
കുറേ പിള്ളേരുടെ ടോയ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് ഇവിടെ. എനിക്ക് ഇങ്ങനത്തെ കടയിൽ വരണം ഭയങ്കര ഇഷ്ടമാണ്. കാരണം വരുന്നില്ല, നമുക്ക് കുറേ സാധനങ്ങൾ ഇങ്ങനെ മേടിക്കാൻ പറ്റും ചീപ്പ് റേറ്റ്. കുറേ സൈസ് കരണ്ടിയുടെ ബൊമ്മകളുണ്ട് ഇവിടെ. ഇഷ്ടംപോലെ സൈസ് ഇങ്ങനെ മുകളിൽ കുറേ ചെറുപ്പറ തൂക്കിട്ടേക്കാണ്. ചെറുപ്പറ എന്ന് പറഞ്ഞാൽ ചെറുപ്പറ ഭംഗി ഉണ്ടെന്ന് വെച്ചാൽ വ്യത്യാസം ഭംഗിയൊന്നുമില്ല. എന്നാലും നമ്മൾ കുറേ ഉള്ളോട്ട് നമുക്ക് കുറേ ഇങ്ങനെ നോക്കണം, ഏത് വേണം എന്ന് പറഞ്ഞുകൊണ്ട്. ഒന്നും വേണ്ടാത്തതുകൊണ്ട് ഇങ്ങനെ ജസ്റ്റ് നമുക്ക് കണ്ടുവിടാം, അത്രേ ഉള്ളൂ. എനിക്ക് ഇതേപോലത്തെ ബാഗ് ഐറ്റംസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. പണ്ടായിരുന്നു ചെറിയ കല്യാണത്തിന് മുന്നേ സമയത്ത് ഞാൻ ഇതേപോലെ പഴനിയിൽ ഒരു ബാഗ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ഏകദേശം 150 രൂപയൊക്കെ ഉണ്ടെന്നുള്ള നല്ലൊരു ബാഗായിരുന്നു. സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ബാഗാണ് ഞാൻ 5 വർഷം മുന്നേ അമ്പലത്തിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ബാഗാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഇമേജ് ജസ്റ്റ് കാണിച്ചു തന്നേ ഉള്ളൂ. നല്ല രസമില്ലേ? എനിക്ക് അപ്പുറത്താണ് ഓറഞ്ചാണ് ഇഷ്ടമായത്. ഓറഞ്ച് കൂട്ടന്മാരെ എനിക്ക് ഇഷ്ടമായത്. കളർഫുൾ അല്ലേ? എനിക്കത് ഇഷ്ടപ്പെട്ടു, അത് മേടിച്ചോ. നീലനെ നല്ലതാണ്, കുറച്ച് അട്രാക്റ്റീവാണ് ഇല്ലേ മിച്ചി? ഹലോ ഗൈസ്, അപ്പോൾ കുളുമോൻ ടീഷർട്ടൊക്കെ പോയിട്ടുണ്ട്. കുളുമോന് ജിമ്മിലിടാനായിട്ട് ടീഷർട്ട് വേണം. കുളുമോൻ്റെ സൈസൊക്കെ ഇത്തിരി വലുതായിക്കൊണ്ടിരിക്കുന്നത് ജിമ്മിൽ പോകുന്നുണ്ട്. 100 രൂപയാണോ ജിമ്മിൽ പോകുമ്പോൾ? ഇവിടെ അല്ല, 150 റുപ്പീസ് അല്ലേ ഗൈസ്. നമ്മ മറ്റേ 300 രൂപക്കല്ലേ? കളക്ഷൻസ് ഉണ്ട്, പക്ഷേ നമുക്കത് ഇഷ്ടപ്പെടുന്നില്ല. ഇത് കുഴപ്പമില്ലല്ലോ, നല്ലതാണല്ലോ. എനിക്കിഷ്ടമായി, എനിക്ക് പച്ച ഇഷ്ടപ്പെട്ടു. എനിക്കിഷ്ടപ്പെട്ടു ഈ പച്ച, ഭയങ്കര പച്ച. കുറച്ച് രസമുണ്ട് കാണാനത്. ഡ്യൂട്ടി ഫ്രീ ഷോപ്പ്. അമ്മച്ചിക്ക് എന്തെങ്കിലും വേണം? അമ്മച്ചി 15 രൂപ. ഇതിനാ? ഇത് മരത്തിൻ്റെ ആണോ പ്ലാസ്റ്റിക് ആണോ? പ്ലാസ്റ്റിക് ആണല്ലേ. 80 രൂപ. കുറേ പ്ലാസ്റ്റിക് ഐറ്റംസ് ഉണ്ട്. പിള്ളേരുടെ കുറേ കളിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. ഒക്കെ എങ്കിൽ ഒന്നും വേണ്ട, നമുക്കിങ്ങനെ കാണാം. ഇനി നമുക്ക് കുറേ സ്ഥലത്ത് കാണാനുണ്ട്. ഇതൊക്കെ നമുക്ക് കണ്ട് ആസ്വദിക്കാൻ പോകും. ഹലോ ഗൈസ്, അപ്പം ഞങ്ങൾ വേറെ കടയിലേക്ക് പോയിട്ടുണ്ട്. ഒന്നും മേടിക്കാനല്ല, കാണാൻ. ഒന്നും മേടിക്കില്ല, എല്ലാവരും ബുക്ക്. ദൈവങ്ങൾക്കല്ല, ഭഗവാനല്ല നിന്നേണ്ടത്. ഓരോ കടയും ഓരോരോ അനുഭവങ്ങളാണ്. പറക്കുമേഞ്ചലാണ് ബാർബി പറക്കും. കുറേ ചില്ല് ഭരണി, ചില്ലിൻ്റെ പാത്രങ്ങൾ, ചില്ല് കുപ്പി, ഭരണി, ഗ്ലാസ്, കപ്പ്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് ഇവിടെ. നല്ല കളർഫുള്ളായിട്ടുള്ള ടോയ്സ്. ഇതേ തിളങ്ങണ കാലി കണ്ടാ?
ഇത് തിളങ്ങണ കാലൊക്കെ അതുകൊണ്ട് തിരിച്ചു കൊടുത്തിട്ട് ഇതൊക്കെ വല്ല മേടിച്ചു നോക്ക്. അമ്മച്ചി ചെരുപ്പ് നോക്കാം അമ്മച്ചി. ഒന്നും ഇഷ്ടമായില്ല അമ്മച്ചിക്ക്. പിന്നെ ഇതിന് കാശ് കളയണ്ട, എൻ്റെ അടുത്ത് പൈസ ഇല്ല. ഞാൻ കാശ് കളഞ്ഞു. വേണ്ട വേണ്ട, ആരും കളയണ്ട. എന്താണ് അമ്മച്ചിക്ക് ചെരുപ്പില്ലാഞ്ഞിട്ട് വാങ്ങിച്ചോ ഒരു പണിയില്ലേ മോൻ, ഇതൊക്കെ വെറുതെ ഇട്ടോക്ക് രണ്ട് ചാടി ഇത് നല്ലതാണ്. ഇഷ്ടായത് കാല് കുറച്ചുകൂടെ വെളുത്തിടുന്ന അടിപൊളിയാണ്. ഞാനിപ്പോ ആ ചെരുപ്പ് പിടിച്ചതുകൊണ്ട് എനിക്ക് ഇതിനോട് മേടിക്കാൻ തോന്നണില്ല. അത് മേടിച്ചോണ്ട് കാശ് കളയെല്ലാം നിർത്തിട്ടാണ്. അതാണ് കുറേ സാധനങ്ങൾ, കുറേ ദൈവങ്ങൾ. എവിടെ കുതിര? എവിടെ കുതിര? അതില്ലേ കണ്ടോ? ഞങ്ങൾ കണ്ടു. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഡേ 1 ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നമുക്ക് പ്രത്യേകിച്ച് അമ്പലത്തിലെ കൂടുതൽ വിശേഷങ്ങളൊന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നാളത്തെ വീഡിയോയിൽ എന്തായാലും നമ്മൾ ഹിഡമമലയിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ പറ്റും. ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഡേ 2 വീഡിയോയിലൂടെ കാണുന്നവരേക്കും ടാറ്റാ.